സിബി ജോസഫിലേക്ക് പോകുന്നു. എന്തായിരുന്നാലും ഫ്രാങ്കോ മുളയ്ക്കൽ അറസ്റ്റിലായിരിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സിബി ജോസഫിലേക്ക്. സിബി, ഈ 3 ദിവസങ്ങളിലും ജലന്ധറിലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, വിവിധ തെളിവ് ശേഖരണങ്ങൾ, രഹസ്യമൊഴിയിലൂടെ ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആധുനിക പരുതൽ, ഇതിനൊക്കെ ശേഷമാണ് ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ ക്രോഡീകരിച്ചത്. നിരവധിയായ ചോദ്യാവലി, ഉപചോദ്യങ്ങൾ അടക്കമുള്ള വലിയ ചോദ്യാവലികൾ തയ്യാറാക്കി ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുക്കുന്ന തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആദ്യ ദിവസം ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു, രണ്ടാമത്തെ ദിവസവും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു. ഇതാ 3ാമത്തെ ദിവസം ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാറിയിരിക്കൂ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പോലീസ് പറയുന്നു. എങ്ങനെയായിരുന്നു, എവിടെയാണ് ചോദ്യാവലിയിൽ, എവിടെയാണ് ബിഷപ്പ് വഴുതി വീണത്? ഏത് ഭാഗത്താണ് ബിഷപ്പ് ദുർബലനായത്? അജിംഷാദ് നേരത്തെ ജലന്ധറിൽ എത്തിച്ച ഏകദേശം 9 മണിക്കൂറോളം ബിഷപ്പിനെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളെല്ലാം തന്നെ വൈരുദ്ധ്യമുണ്ടെന്ന് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, പിന്നീട് നടത്തിയ പല അന്വേഷണത്തിലും 81ഓളം സാക്ഷികളെ മൊഴിയെടുത്തു. കൂടാതെ കന്യാസ്ത്രീ രഹസ്യ മൊഴികൾ പിന്നീട് നടത്തിയ ഓരോ അന്വേഷണമെല്ലാം തന്നെയും ജലന്ധർ ബിഷപ്പ് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും ചിലത് കളവാണെന്നും കൃത്യമായി മനസ്സിലാക്കി. പിന്നീട് പോലീസ് ഏകദേശം ഒരു 80% അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ബിഷപ്പിനെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്തായാലും ബിഷപ്പ് ഈ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം 11 മണിക്ക് തന്നെ ബിഷപ്പ് ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഹൈടെക് സെല്ലിലാണ് ഇവിടെ ഹാജരായത്. അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി. എന്തായാലും പ്രത്യേകമായ ഹൈടെക് സംവിധാനം ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യൽ മുറിയിൽ വെച്ചായിരുന്നു ബിഷപ്പിനെ ചോദ്യം ചെയ്തത്. പ്രധാനമായും ഈ ഒരു ഹൈടെക് സംവിധാനമുള്ള മുറിയിൽ തന്നെ ബിഷപ്പിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ തന്നെ കൃത്യമായ ശരീരഭാഷയും മുഖഭാവങ്ങളെല്ലാം തന്നെയും കൃത്യമായി ക്യാമറകളിൽ പകർത്തും. 5ഓളം ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകൾ ഇവിടെ സജ്ജമാണ്. ബിഷപ്പിന് 2 മുറികളാണുള്ളത്. ഒരു മുറിയിൽ ബിഷപ്പിനെ ഇരുത്തും, മറ്റു മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കും. ബിഷപ്പ് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ കൃത്യമായി ബിഷപ്പിന്റെ ശരീരഭാഷയും അതുപോലെ തന്നെ ശരീരഭാഷയും അതുപോലെ തന്നെ മുഖഭാവവും എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കും. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്ന രീതിയുമെല്ലാം തന്നെയും നിരീക്ഷിക്കും. ഇങ്ങനെ എല്ലാ രീതിയിലും ശാസ്ത്രീയമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇവിടെ തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഹൈടെക് സംവിധാനമുള്ള ഈ മുറിയിൽ നടത്തിയത്. 2ാം ദിവസവും ഇത്തരത്തിൽ ആദ്യ ദിവസം ബിഷപ്പിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പിറ്റേ ദിവസവും ബിഷപ്പിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം കൃത്യമായി തെളിവുകൾ നിർത്തിക്കൊണ്ടായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിലാണ് ബിഷപ്പ് കൂടുതലും ഉത്തരം മുട്ടേണ്ട അല്ലെങ്കിൽ പതറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടായത്. കാരണം ബിഷപ്പ് ആദ്യം മുതലേ പറഞ്ഞത് 2014 മെയ് 5, അതായത് തന്നെ ആദ്യമായി പീഡിപ്പിച്ചു എന്ന് കന്യാസ്ത്രീ പറയുന്ന ഈ ദിവസം താൻ കുറുവങ്ങാട് മഠത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ബിഷപ്പിന്റെ മൊഴി. ഈ മൊഴിയെ തന്നെ ഖണ്ഡിക്കുന്ന രീതിയിൽ ഈ ദിവസം ബിഷപ്പ് എത്തി എന്നുള്ളതിന് കുറുവങ്ങാട് മഠത്തിലെ രജിസ്റ്റർ ബുക്ക് അടക്കമുള്ളവ അന്ന് അന്വേഷണ സംഘം എടുത്തിരുന്നു. ഈ ഒരു സംഭവം കളവാണെന്ന് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ബിഷപ്പ് പതറുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു താൻ എത്തിയിരുന്നു, എന്നാൽ താമസിച്ചില്ല എന്നുള്ളതാണ് ബിഷപ്പ് പിന്നെ പറഞ്ഞത്. അന്ന് താൻ അവിടെ താമസിച്ചില്ല എന്നുള്ളതായിരുന്നു. മറിച്ച് തൊടുപുഴ ഒരു മുതലക്കുളത്തുള്ള ഒരു മഠത്തിൽ താമസിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ അവിടെയുള്ള കന്യാസ്ത്രീമാരുടെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, അന്ന് ബിഷപ്പിന്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ മൊഴിയും അതിൽ ഏറ്റവും നിർണായകമായി. ഈ മൊഴികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ബിഷപ്പിന് ഉത്തരം മുട്ടുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലെല്ലാം തന്നെയും നിരവധി സാഹചര്യ തെളിവുകൾ ബിഷപ്പിന് എതിരായി വന്നു. അതേസമയം കന്യാസ്ത്രീ പറഞ്ഞ മൊഴികളെല്ലാം തന്നെയും വൈരുദ്ധ്യമില്ലെന്നും സാക്ഷി മൊഴികളുടെയും എല്ലാം തന്നെയും ഈ മൊഴികളും കന്യാസ്ത്രീ പറഞ്ഞ മൊഴികളും തമ്മിലെല്ലാം തന്നെയും സാഹചര്യ തെളിവുകളെല്ലാം തന്നെയും പൊരുത്തപ്പെട്ടു വരികയും ചെയ്തു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി തെളിവുകൾ നിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ബിഷപ്പ് പതറിപ്പോയത്. അതുവരെയും ബിഷപ്പ് നിലനിന്നിരുന്നത് തനിക്കെതിരെ കന്യാസ്ത്രീ ലൈംഗിക പീഡനം ആരോപിക്കുന്നത് തനിക്കെതിരായ ഒരു വൈരാഗ്യ ബുദ്ധിയോടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. മാത്രമല്ല, ഇവിടെ കുറുവങ്ങാട് മഠത്തിൽ ഒരു മദർ സുപ്പീരിയർ പദവിയിലായിരുന്നു താൻ ഇരുന്നത്. ആ മദർ സുപ്പീരിയർ പദവിയിൽ ഈ കന്യാസ്ത്രീ ഇരിക്കുമ്പോൾ അവരൊരു ശല്യക്കാരിയായിരുന്നു. പ്രത്യേകിച്ച് മിഷണറീസ് ഓഫ് ജീസസിലെ പല കന്യാസ്ത്രീമാരും ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ ഇവരെ ഈ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ മാറ്റിയപ്പോൾ ഈ കന്യാസ്ത്രീയുടെ കുടുംബവും മറ്റും തനിക്കെതിരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് കന്യാസ്ത്രീ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു ബിഷപ്പ് പറഞ്ഞത്. മാത്രമല്ല, ഈ മെയ് 6 തീയതി കന്യാസ്ത്രീയുടെ ഒരു ബന്ധുവിൻ്റെ
കുട്ടിയുടെ മാമൂസ ചടങ്ങിലും ബിഷപ്പ് പങ്കെടുത്തിരുന്നു. ഈ ബിഷപ്പും കന്യാസ്ത്രീയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ചിത്രങ്ങളും ഇതിലൊരു രേഖ, അല്ലെങ്കിൽ തങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രേഖ അല്ലെങ്കിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ളവ ഈ ബിഷപ്പ് ഉൾപ്പെടുന്ന സംഘങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഉണ്ടായിരുന്നു. ഈ മെയ് 5-നും 6-നും ബിഷപ്പ് അവിടെ തങ്ങിയിരുന്നു എന്ന് വ്യക്തമായ തെളിവുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. 13 തവണ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും കന്യാസ്ത്രീ പറഞ്ഞത്. ഈ 13 തവണയും ബിഷപ്പ് അവിടെ എത്തിയിരുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായ രേഖകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിർത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ബിഷപ്പ് പതറിപ്പോയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചോദ്യങ്ങളോട് ബിഷപ്പ് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും പറയുന്നതെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് കൃത്യമായി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുകയും ചെയ്തു. ഇങ്ങനെ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ബിഷപ്പിന്റെ അറസ്റ്റ് അനിവാര്യമായി വന്നത്. എന്തായാലും പിന്നീടുള്ള അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി ഈ ഒരു ഘട്ടത്തിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്താൽ പിന്നീടുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിയമ ഉപദേശകരുടെ ഉപദേശം തേടിയത്. പ്രത്യേകിച്ച് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനെയും മറ്റും മുതിർന്ന സർക്കാർ അഭിഭാഷകന്റെ എല്ലാം തന്നെയും നിയമോപദേശം തേടി. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിലനിൽക്കുമ്പോഴും കൃത്യമായ തെളിവുണ്ടെങ്കിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിയമോപദേശമാണ് ലഭിച്ചത്. DGP ലോക്നാഥ് ബെഹ്റയും ഈ കാര്യത്തിലെല്ലാം തന്നെയും നേരത്തെയും സ്ഥിരീകരണം നടത്തിയിരുന്നു. എന്തായാലും കൃത്യമായ പഴുതടച്ചുള്ള അന്വേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു അറസ്റ്റ് അനിവാര്യമായിരിക്കുന്നത്. എന്നാലും ഈ കേസിൽ 2014 നടന്ന കേസിൽ ഒരു മെഡിക്കൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ ഇല്ലാത്തത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അന്വേഷണ സംഘം സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തുകയും ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും മുൻനിർത്തിക്കൊണ്ട് 80 ദിവസത്തിലധികമായി ഒരു വലിയ നീണ്ട ഒരു തെളിവെടുപ്പ് നടത്തിയതും അന്വേഷണം നടത്തിയതും. ഏകദേശം 81ഓളം സാക്ഷികൾ, 7 സംസ്ഥാനങ്ങളിലായി വിശദമായ അന്വേഷണം, കൂടാതെ 81ഓളം സാക്ഷികളും 34 രേഖകളും എല്ലാം തന്നെയും ശേഖരിച്ചു. കൂടാതെ ഇതിനുശേഷം വ്യക്തത വരുത്താൻ വേണ്ടി ഈ കന്യാസ്ത്രീയെ വീണ്ടും ചോദ്യം ചെയ്തു. സാക്ഷി മൊഴികൾ വീണ്ടും എടുത്തു. കന്യാസ്ത്രീ മൊഴി ഏകദേശം 11 തവണ എടുക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഈ രഹസ്യ മൊഴിയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി തന്നെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും കന്യാസ്ത്രീ മൊഴി രേഖപ്പെടുത്തിയത്. ഇപ്പോൾ എല്ലാം തന്നെയും ഒരു സംഘം ആരോപിച്ചത് കന്യാസ്ത്രീയിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കുന്നു, എന്നാൽ ബിഷപ്പിൽ നിന്നും മൊഴിയെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഘടകം കന്യാസ്ത്രീയുടെ രഹസ്യമൊഴി തന്നെയാണ്. ഈ രഹസ്യമൊഴിയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയായിരുന്നു അന്വേഷണ സംഘം ഏറ്റവും കൂടുതലായി കണ്ടതും. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ കന്യാസ്ത്രീ നൽകിയ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാന ഘടകവും. ഇത്തരത്തിൽ എല്ലാം അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നേരത്തെ തന്നെ ബിഷപ്പിനെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. എങ്കിൽ പോലും ചില തെളിവുകളുടെ അഭാവം മാത്രമായിരുന്നു ഇതിന് പിന്നിൽ. എന്തായാലും ജൂൺ 27-നാണ് ഇത്തരത്തിലൊരു പരാതിയുമായി കന്യാസ്ത്രീ രംഗത്തെത്തുന്നത്. ജൂൺ 29-ന് തന്നെ വൈക്കം DYSP K സുഭാഷിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് വേഗത്തിലുള്ളൊരു അന്വേഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 80-82 ദിവസം കൊണ്ട് ഈ 2014 നടന്ന ഇത്ര സുപ്രധാനമായ കേസ്, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനായ ബിഷപ്പിനെതിരായ കേസ്, അതും ആ സഭയിൽ ഒരു കന്യാസ്ത്രീ നൽകിയ കേസ്, ഒരു പരാതി, ആ പരാതി കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് തലനാരിഴ കീറി അന്വേഷിച്ചുകൊണ്ട് ആ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൃത്യമായി അന്വേഷണ സംഘം നീങ്ങിയതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി ഉണ്ടാവുക എന്നത് ഒരുപക്ഷെ ബിഷപ്പിന്റെ ആരോഗ്യം എന്താണ്, ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട പരിശോധനയായിരിക്കും. അതിനായി കൊണ്ടുപോകുക തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്കാണ്. അവിടെ നമ്മുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, അവിടെ എത്തിയോ? അവിടെ ബിഷപ്പിനെ എത്തിച്ചോ? അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തൃപ്പൂണിത്തുറയിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് ബിഷപ്പിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരും. ഇവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ CI അടക്കമുള്ളവർ, തൃപ്പൂണിത്തുറ CI SI, മറ്റ് പോലീസ് ഓഫീസർമാരടക്കമുള്ളവർ ഈ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട്. ഡോക്ടറുമായും അല്പം മുമ്പ് CI സംസാരിച്ചിരുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏത് നിമിഷവും ബിഷപ്പ് ഇവിടെ എത്തും എന്നുള്ളതാണ്, ബിഷപ്പിനെ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും പാലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുക. സാധാരണ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ ആശുപത്രിയിലേക്കുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ കഴിയും. പ്രത്യേകിച്ച് ഗതാഗത ക്രമീകരണങ്ങളെല്ലാം, ഈ പോരുന്ന വഴിക്കുള്ള ഗതാഗത ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗം ബിഷപ്പിനെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം
ആളുകളെ എല്ലാം മാറ്റി നിർത്തി അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ബിഷപ്പ് ഇവിടെ എത്താം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ഏത് നിമിഷവും ബിഷപ്പ് എത്തും. ആ നിമിഷങ്ങളിൽ അവിടേക്ക് പോകാനാകുമെന്ന് തന്നെയാണ്. സിബി ജോസഫിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. അങ്ങനെ സിബി ജോസഫ്, കുറുവിലങ്ങാട് മഠത്തിലെ സന്ദർശനം എന്ന വിഷയത്തിൽ ബിഷപ്പ് പറഞ്ഞ വാദങ്ങളിലെ പൊരുത്തക്കേടുകളിലാണ് പോലീസ് പിടിച്ചു തുടങ്ങുന്നത്. ഒടുവിൽ രഹസ്യമൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന കന്യാസ്ത്രീ അമ്മയുടെ ഓരോ വിവരങ്ങളെ സംബന്ധിച്ചും ഇഴകീറി പോലീസ് പരിശോധിക്കുകയാണ്. അതിൽ ആദ്യം ബിഷപ്പ് നടത്തിയ ചോദ്യം ചെയ്യൽ ബിഷപ്പ് നൽകിയ വിവരങ്ങളും പിന്നീട് ഓരോ ദിവസങ്ങൾ വന്ന വിവരങ്ങളിലെ മാറ്റങ്ങളും വളരെ വൈരുദ്ധ്യങ്ങളായി പരിശോധിക്കപ്പെടുകയായിരുന്നു. ഈ കീറിയ ഇഴകളെ അടുപ്പിച്ച് വ്യക്തമാക്കി പോലീസ് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറുവിലങ്ങാട് മഠം, ഒരുപക്ഷെ കുറുവിലങ്ങാട് മഠത്തിലെ സന്ദർശനമാണ് ബിഷപ്പിനെ വീഴ്ത്തിയത്. അതിലെ മൊഴിയും വസ്തുതകളും നൽകിയ വിവരങ്ങളുടെ തെറ്റാണ് ഒരുപക്ഷെ ബിഷപ്പിനെ വീഴ്ത്തിയത്. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ജൂൺ 27 കന്യാസ്ത്രീ ഇത്തരത്തിലൊരു പരാതി നൽകിയത്. 2014 മെയ് 5 മുതൽ 2016 സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ തന്നെ 13 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി. ശരിക്കും ഞെട്ടലോടെയാണ് കേരളം മുഴുവൻ ഈ ഒരു സംഭവം അറിഞ്ഞത്. കാരണം കന്യാസ്ത്രീ പ്രധാനമായും പറയുന്നത് താൻ നിരവധി തവണ സഭയുമായി ബന്ധപ്പെട്ടു, സഭയ്ക്ക് പരാതി നൽകി, ഇവരുടെ സന്യാസിനി സമൂഹം മിഷണറീസ് ഓഫ് ജീസസിൽ പരാതി നൽകി, കൂടാതെ വത്തിക്കാനിലേക്ക് താൻ പരാതി അയച്ചു, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഇത്തരത്തിലൊരു പരാതി നൽകി, അവരെ കണ്ട് കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചു. ഇങ്ങനെ സഭയ്ക്കുള്ളിൽ തനിക്ക് ഇത്തരത്തിലൊരു നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് താൻ പോലീസിനെ സമീപിക്കുന്നതെന്നായിരുന്നു അവർ പറഞ്ഞത്. എന്തായാലും കേരളം ഞെട്ടലോടെ കേട്ടൊരു സംഭവമായിരുന്നു കന്യാസ്ത്രീയെ അതേ സഭയിലെ ബിഷപ്പ് തന്നെ പീഡിപ്പിക്കുക എന്നുള്ളത്. അത് 13 തവണ തന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു കന്യാസ്ത്രീ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു പിന്നീട് അന്വേഷണം നീണ്ടത്. എന്നാൽ ഇതേ സമയത്ത് ജലന്ധർ ബിഷപ്പ് ആദ്യം പറഞ്ഞത് താൻ ഈ കന്യാസ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിലൊന്നും തന്നെയും ഈ പഞ്ചാബിൽ നിന്നും താൻ ഇതുവരെയും ഈ കുറുവിലങ്ങാട് മഠത്തിൽ ഈ ദിവസങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും അത് തന്നെയായിരുന്നു അന്വേഷണ സംഘം ആദ്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുറുവിലങ്ങാട് മഠത്തിൽ ഈ കന്യാസ്ത്രീ പറഞ്ഞ ദിവസങ്ങളിൽ ബിഷപ്പ് എത്തിയിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ അന്വേഷണ സംഘം അന്വേഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീയുടെ രഹസ്യമൊഴി ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് എടുക്കുകയും ചെയ്തു. പോലീസിന് ലഭിച്ച പരാതിയും ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയും ഒന്ന് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം DPSP കെ സുഭാഷ് ഹൈക്കോടതിയിൽ ഒരു നിലപാട് അറിയിച്ചത്. അതായത് ഈ കേസിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അതായത് കേസിൽ കൃത്യമായ തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നു വരികയും ചെയ്തത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ, അതായത് ജലന്ധറിൽ പോയി ഓഗസ്റ്റ് 14 ബിഷപ്പിൽ നിന്നും മൊഴിയെടുത്തു. ഏകദേശം 9 മണിക്കൂറോളം മൊഴിയെടുത്തു. ഈ മൊഴിയിലാണ് ബിഷപ്പ് പ്രധാനമായും പറഞ്ഞത് തനിക്ക് എതിരെ കന്യാസ്ത്രീ ഒരു പക പോക്കുകയാണ്. ഈ കന്യാസ്ത്രീ ഈ സഭയിൽ ഒരു ശല്യക്കാരിയായിരുന്നു. ഈ സഭയിലെ മറ്റുള്ളവരുമായിട്ടെല്ലാം തന്നെ കന്യാസ്ത്രീക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇവരെ ഈ കുറുവിലങ്ങാട് മഠത്തിലെ പദവിയിൽ നിന്നും മദർ സുപ്പീരിയർ പദവിയിൽ നിന്നും ഇവരെ മാറ്റിയത്. ഈ മാറ്റിയ അന്ന് മുതൽ തന്നെ ഈ കന്യാസ്ത്രീയുടെ ബന്ധുക്കളും മറ്റും തന്നെ തനിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കന്യാസ്ത്രീ ഇത്തരത്തിലുള്ള പരാതി നൽകിയത്. മാത്രമല്ല കന്യാസ്ത്രീ ആദ്യം പരാതി നൽകിയപ്പോൾ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നും ബിഷപ്പ് പറയുന്നു. കൂടാതെ കന്യാസ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങൾ താൻ എത്തിയിട്ടില്ലെന്നും കൃത്യമായി ഈ ജലന്ധർ ബിഷപ്പ് പറയുകയും ചെയ്തു. പിന്നീടാണ് ഈ മൊഴിയുമായിട്ടാണ് ജലന്ധറിൽ നിന്നും തിരിച്ചെത്തിയ കേരള പോലീസ് ആദ്യം കുറുവിലങ്ങാട് മഠത്തിലേക്കാണ് പോയത്. അവിടെ ഈ സന്ദർശക രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ കളവാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. കാരണം 2014 മെയ് 5 ബിഷപ്പ് എത്തിയിരുന്നുവെന്ന് രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കാര്യങ്ങൾ എന്നാൽ ബിഷപ്പിനോട് ഈ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചപ്പോൾ ബിഷപ്പിന് ഇത് പറഞ്ഞത് താൻ എത്തി പക്ഷെ താമസിച്ചില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് കണ്ടിച്ചുകൊണ്ട് ബിഷപ്പ് പറഞ്ഞത് താൻ തൊടുപുഴയിലെ മുതലക്കോടത്തിന് മഠത്തിലാണ് താമസിച്ചെന്നുള്ളതായിരുന്നു. എന്നാൽ പോലീസ് ആ രീതിക്കും അന്വേഷിച്ചപ്പോൾ ഈ മുതലക്കോടം മഠത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് അവിടുത്തെ സന്യാസിനി സമൂഹം പറയുകയുണ്ടായി. മാത്രമല്ല അന്ന് ബിഷപ്പിന്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറും ഈ ബിഷപ്പിനെതിരായി മൊഴി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ബിഷപ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് പിന്നീടും ബോധ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം
സാഹചര്യത്തിലാണ് പോലീസ് വിശദമായൊരു അന്വേഷണം നടത്തിയത്. പിന്നീടാണ് അറസ്റ്റ് വൈകി പോകുന്ന സാഹചര്യത്തിൽ വന്നത്. കാരണം സാക്ഷികളുടെയും പ്രതിയുടെയും ഇരയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായി. ഈ വൈരുദ്ധ്യം തീർക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതും കാരണം ഈ 2014 നടന്ന കേസിൽ ഈ മറ്റുള്ള തെളിവുകളെല്ലാം തന്നെയും അഭാവം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാക്ഷി മൊഴികളും അതോടൊപ്പം തന്നെ മറ്റുള്ള സാഹചര്യ തെളിവും മാത്രമാണ് ഈ കേസിലെ ഏറ്റവും ഉപോത്ഫലകമായ ഘടകവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് വിശദമായ അന്വേഷണം, പ്രത്യേകിച്ച് 7 സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തുകയും 81 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുകയും 34 വൈദ്യപരിശോധനയ്ക്കായി ബിഷപ്പിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ സിബി? വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ബിഷപ്പിനെ? അജിംഷാദ് അല്പസമയത്തിനകം തന്നെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബിഷപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എങ്ങനെയാണ് സമരവേദിയിലെ വിവരങ്ങൾ കൂടി നമുക്ക് ക്രോഡീകരിക്കേണ്ടതുണ്ട്, ലഭിക്കേണ്ടതുണ്ട് സിബി. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ദീപക് പ്രകാശിലേക്ക്. ദീപക് പ്രകാശ്, അതായത് നിരവധിയായ ചോദ്യം ചെയ്യലുകളിൽ വന്ന ചില ചില ദുർബല ഭാഗങ്ങളുണ്ട് ബിഷപ്പിനെ സംബന്ധിച്ച്. ആ ദുർബല ഭാഗങ്ങളിലൂടെ പോലീസിന് എത്താനായത് കേസിന്റെ നിർണായകമായ ദിശയിലേക്കാണ്. ഒടുവിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക്, ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഈ ചോദ്യം ചെയ്യലുകളാണ്. ദിവസം ജയിലുകൾ, സാക്ഷികളുടെ മൊഴികൾ, ഒപ്പം മറ്റ് വസ്തുതകൾ, ഒബ്ജക്റ്റുകൾ പിടിച്ചെടുത്തത്, ഇതൊക്കെയും കൃത്യമായി പോലീസിനെ സഹായിച്ചു. ഒരുപക്ഷെ ഇനി പോലീസിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോകാനാകുമോ ഈ ഘട്ടത്തിൽ? ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഈ കന്യാസ്ത്രീ നൽകിയ മൊഴിയിൽ കഴമ്പുണ്ട്. ഈ കന്യാസ്ത്രീ നൽകിയ മൊഴിയിൽ ഞാൻ 3ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുകയാണ്. കന്യാസ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ ദിവസം രണ്ടുപേരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചില ഡേറ്റുകളുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരാം. ഒരു ദിവസമോ 2 ദിവസമോ പലപ്പോഴും കോടതികൾ അങ്ങനെ പറയാറുണ്ട്. 4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. കൃത്യമായി നമ്മൾക്ക് പലർക്കും 4 വർഷം മുമ്പ് പോയിട്ട് 1 മാസം മുമ്പ് ഒരു ദിവസം നമ്മൾ എവിടെയായിരുന്നു എന്ന കാര്യം അറിയാൻ കഴിയില്ല. പക്ഷേ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാവുന്ന സ്ഥിതിക്ക് ആളുകൾ ഓർക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ദിവസത്തിൽ 1-2 ചെറിയ മൈനർ ഡിഫക്ട്സ് ആണെങ്കിൽ കൂടി കോടതി അതിനെ പരിഗണിക്കില്ല. വളരെ കൃത്യമായ നമ്മൾ അലിബി എന്ന് പറയും സാധാരണ. കാരണം ഇദ്ദേഹം അന്ന് ജലന്ധറിലായിരുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള പാകപ്പിഴകൾ ഇല്ലാത്ത സ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴികളുണ്ട്. മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്ത 164 പ്രകാരമുള്ള മൊഴിയുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനും കൂടുതൽ അന്വേഷണങ്ങൾക്ക് പോലീസിന് അവസരം കൊടുക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുള്ള നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പോലീസിന് ഇദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തിയതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് അടുത്ത നടപടിയിലേക്ക് പോവുക. 2 കാര്യമാണുള്ളത്. ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ബാക്കിയുണ്ട്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന് പറയും. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഇൻട്രോഗേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പോലീസിന് അദ്ദേഹത്തെ 4 ദിവസമോ 5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കോ എത്ര സമയം 2 ദിവസമോ എത്ര ആവശ്യമുള്ളെങ്കിൽ അത് ആവശ്യപ്പെടാം. അത് പ്രകാരം പോലീസ് കസ്റ്റഡി തിരിച്ചു നൽകാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്ന നടപടികളാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. അത് അറസ്റ്റോടുകൂടി ഇൻഫെക്ഷ്യസ് ആയി. ഇപ്പോൾ അതിൻ്റെ കാര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ലാത്ത അവസ്ഥയായി. ഇനി അദ്ദേഹത്തിന് താഴത്തെ കോടതിയിലോ സെഷൻസ് കോടതിയിലോ നേരിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ നൽകാം. അതിൽ ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോവാം. ഇതാണ് മുമ്പിലുള്ള മാർഗം. പോലീസ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ വളരെ ശാസ്ത്രീയമായി, വളരെ കരുതലോടുകൂടി എല്ലാ തരത്തിലുള്ള ഹോംവർക്കുകളും നടത്തിക്കൊണ്ട് പോലീസ് ചെയ്തിരിക്കുന്നു. പോലീസിൻ്റെ നടപടികൾ കാരണം അന്ന് തന്നെ ഒരു പരാതി കിട്ടുന്ന അന്ന് തന്നെ 4 വർഷമുള്ള പരാതിയാണ്. അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഒരു തെളിവുകളും ഇല്ലാതെ ഒരു സപ്പോർട്ടിംഗ് മെറ്റീരിയൽസും ഇല്ലാതെ ഹാജരാക്കിയാൽ എത്രയും പെട്ടെന്ന് ജാമ്യം നൽകി ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് വളരെ കാര്യമായ രീതിയിൽ വളരെ സുതാര്യമായി ശാസ്ത്രീയമായി സമയമെടുത്തുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ശേഖരിച്ച തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്വം
പ്രാഥമികമായി ഈ കേസിൽ ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് കാണിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിമാഫേസിയ മെറ്റീരിയൽസ് ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഒരു നല്ല റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഇദ്ദേഹത്തെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ സൂക്ഷിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് സാധാരണ ഒരു വേഗൽ റിപ്പോർട്ട് ഒരു പ്രതി കുറ്റം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ, ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ വളരെ സ്വാധീനമുള്ള ആളാണ്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, ഈ കേസിന്റെ അന്വേഷണവുമായി തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ കോടതി പോലീസിന്റെ അതിനാവശ്യമായിട്ടുള്ള രേഖകളും തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ കുറച്ചു കാലം പോലീസ് കസ്റ്റഡിയിലോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു റിമാൻഡ് റിപ്പോർട്ട് നൽകി കോടതി മുമ്പാകെ ഹാജരാക്കി അടുത്ത നടപടിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിലേക്ക് മുമ്പുള്ള കാര്യം. ഒരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല. ഇത് ഹീനമായ ഒഫൻസാണ്. 376 ഇദ്ദേഹം ചെയ്ത ഒഫൻസിന്റെ ഇപ്പോൾ 10 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ താൽക്കാലികമായി പോലീസ് കസ്റ്റഡിയിലേക്കോ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ അടുത്ത സ്റ്റെപ്പായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് രാത്രി ഒരു 10 മണിക്ക് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു വൈക്കം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലോ ഒരു സൗകര്യമായ സ്ഥലത്ത് ഇദ്ദേഹത്തെ പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡ് ചെയ്ത് വാങ്ങിക്കുന്ന നടപടിയാണ് ഇതിൽ ബാക്കി നിൽക്കുന്നത്. അതിനു മുമ്പുള്ള വൈദ്യപരിശോധന ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതിൽ കൂടുതലൊന്നും ഈ കേസിൽ ചെയ്യാനില്ല. എത്ര തന്നെ ഉന്നതരായാലും ഒരു സാധാരണ റേപ്പ് വിക്ടിം ആയിട്ടുണ്ടെങ്കിൽ വിക്ടിമിന് നൽകാവുന്ന പരിഗണന മാത്രമേ ഇത് നൽകാൻ പാടുള്ളൂ. അതുമാത്രമേ പോലീസ് അനുവദിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള സാധ്യത ഈ കേസിലില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ. തീർച്ചയായും ദീപക് പ്രകാശാണ് വിവരങ്ങൾ അറിയിച്ചത്. സിബി ജോസഫിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സിബി, അതായത് എങ്ങനെയാണ് അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം നടത്തുന്ന അല്ലെങ്കിൽ സമരം നടത്തുന്ന ആ വേദിയിലെ വിവരങ്ങൾ, ഒപ്പം ബിഷപ്പിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? സമഗ്രമായ വിവരങ്ങൾ നൽകിയാൽ. സിബി. അജിംഷാദ്, ഏകദേശം 6 മണിയോടാണ് ബിഷപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബിഷപ്പിനെ വൈദ്യ പരിശോധനയ്ക്കായി ഇവിടെ നിന്നും കൊണ്ടുപോകും. നമുക്കറിയാൻ കഴിഞ്ഞത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്കാണ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇതിനുശേഷം ഇന്നിപ്പോൾ പാലാ മജിസ്ട്രേറ്റിന് മുന്നിലാകും ബിഷപ്പിനെ ഹാജരാക്കുക. ഇതിന് ശേഷം ഇതേ സമയം തന്നെ ഒരു ജാമ്യാപേക്ഷ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രതിഭാഗം അഭിഭാഷകർ അല്ലെങ്കിൽ ബിഷപ്പിന്റെ അഭിഭാഷകരും ശ്രമിക്കുന്നുണ്ട്. അതിന് പാലാ മെഡിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ബിഷപ്പിനെ റിമാൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക. അതിനൊപ്പം തന്നെ ബിഷപ്പിന്റെ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു അപേക്ഷ നൽകും. എന്തായാലും ഇന്ന് തന്നെ ഈ ബിഷപ്പിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ തന്നെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കും. റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതനുസരിച്ച് ഈ പോലീസ് അടുത്ത ദിവസമായിരിക്കും ഒരു കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകുക. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച ശേഷമാകും ബിഷപ്പിനെ ഈ പോലീസ് കസ്റ്റഡി നൽകുക. എന്തായാലും ഇന്ന് തന്നെ ഇവിടെ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിന് ശേഷം ഈ ഒരു പ്രതിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയാൽ മതി. ആ ഒരു വിവേചന അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണുള്ളത്. പക്ഷേ ഈ ബിഷപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ബിഷപ്പ് ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇനി വേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പും മറ്റും നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ബിഷപ്പിനെ 24 മണിക്കൂർ ഇവരുടെ കസ്റ്റഡിയിൽ വെക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം ഈ പാലാ മജിസ്ട്രേറ്റിന് വീട്ടിലായിരിക്കും ഹാജരാക്കുക. അവിടെ നിന്നും ഈ റിമാൻഡ് ചെയ്യും. ഒരുപക്ഷെ ജാമ്യാപേക്ഷ നൽകിയാലും 376(2) അതായത് ആവർത്തിച്ചുള്ള ബലാത്സംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ ബിഷപ്പിന് മറ്റ് ബെയിലോ മറ്റും ലഭിക്കാൻ എന്തായാലും സാധ്യതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് റിമാൻഡിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷയും നൽകും. ഇപ്പോൾ തന്നെ അപേക്ഷ നൽകിയാലും കോടതി ഉടൻ തന്നെ അത് പരിഗണിക്കുകയില്ല. കാരണം റിമാൻഡ് റിപ്പോർട്ടെല്ലാം തന്നെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നീണ്ടുപോവുക. തുടർന്നായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും ബിഷപ്പിനെ ഇതുവരെയും ഇവിടെ നിന്നും തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഇവിടെ നിന്നും ഇതുവരെയും ബിഷപ്പിനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല, വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടിട്ടില്ല. എന്തായാലും അതിനുവേണ്ടി എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയാണ്. അജിംഷാദ്.
തീർച്ചയായും വൈദ്യപരിശോധനയ്ക്കായി ബിഷപ്പിനെ അല്പസമയത്തിനകം കൊണ്ടുപോകും. അതിനുശേഷം പാലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ബിഷപ്പിനെ ഹാജരാക്കാനാണ് സാധ്യത. റിമാൻഡ് റിപ്പോർട്ട് ഒക്കെയും തയ്യാറായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബിഷപ്പിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം സംജാതമായത്. നിരവധിയായ അന്വേഷണങ്ങളുടെയും തെളിവുകളുടെയും ആകത്തുകയായി ബിഷപ്പ് അറസ്റ്റിലാകുന്നു. ശ്രീ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, അതായത് ബിഷപ്പ് അറസ്റ്റിലാകുന്നു എന്ന് സാധാരണഗതിയിൽ കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്യുക എന്നത് അതിൻ്റെ കുറ്റം ചെയ്തതിൻ്റെ മാനമനുസരിച്ച് നടപടിക്രമങ്ങളാണ്. ഇവിടെ ബിഷപ്പിൻ്റെ കാര്യത്തിൽ ഒരു കേവലമായ നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് ഈ അറസ്റ്റിനെ ആധികാരികമായി തന്നെ കാണാവുന്ന ചുവടാണെന്നതാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നിരീക്ഷിച്ചത്. അതെന്താണ് ഈ വിഷയത്തിൽ? നേരത്തെ ജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ രീതിയിൽ ഇതുപോലൊരു കുറ്റകൃത്യം നടക്കുമ്പോൾ സാധാരണ നമുക്ക് മെഡിക്കൽ എവിഡൻസ് കിട്ടാറുണ്ട്. കാരണം ഒരു ആക്രമിക്കപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീ അവർക്ക് ഡോക്ടറെ പരിശോധിച്ചിട്ട് അവർക്ക് ഇതുപോലുള്ള ഒരു നടപടി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ റിപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ ഈ കേസിൽ അതില്ല. ഈ കേസിലുള്ളത് കാരണം 4 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു വിവരമാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതിന് വളരെ നന്നായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. കാരണം പോലീസിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അതായിരിക്കും 4 വർഷത്തോളത്തിന് ശേഷമുള്ള ഒരു FIR. ഈച്ച് ആൻഡ് എവറി ഡേ ദ ഡിലേ ഓഫ് ദി FIR ടു ബി എക്സ്പ്ലെയിൻ എന്നാണ് നമ്മൾ സുപ്രീം കോടതിയിലെ പല ഇതിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റേപ്പ് കേസുകളിൽ ആ രീതിയിലേക്ക് പലപ്പോഴും കോടതികൾ പോവാറില്ല. ഈ കേസിലെ ആധികാരികമായിട്ടുള്ള ഒരു അറസ്റ്റാണ് എന്ന് പറയാനുള്ള കാരണം ഇതിലെ മതപരമായിട്ടുള്ള മറ്റു സമ്മർദ്ദങ്ങൾ. ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സഭയുടെ ബിഷപ്പാണ്. ഇതുപോലെ ഇന്ത്യയിൽ അപൂർവങ്ങളായിട്ടാണ് ഇതുപോലെ ഉണ്ടാവാറുള്ളത്. നമ്മളുടെ പുറത്തെല്ലാം പലപ്പോഴും ഇതുപോലുള്ള മത അധ്യക്ഷന്മാർക്കെതിരെയെല്ലാം പല കേസുകളും ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇന്ത്യയിൽ ഇത് വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു അറസ്റ്റാണ്. പല ഭാഗത്തു നിന്നും വന്നിരുന്നു. ഇതിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്, ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മതത്തെ പേടിച്ചിട്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ആ രീതിയിലേക്ക് കാണുന്നത് തീർത്തും തെറ്റാണ്. ഇതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി, ഇത് ക്രോഡീകരിക്കാൻ വേണ്ടി, ശാസ്ത്രീയമായി തയ്യാറാക്കാൻ വേണ്ടി ഉള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള അറസ്റ്റ്. ഇപ്പോൾ ഒരു തരത്തിൽ ആർക്കും തന്നെ പരാതിയില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരുടെ സഭയുടെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ അവർക്കാർക്കും പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തെളിവുകൾ ഉണ്ടായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്യുക. അതിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് വിജയിച്ചിരിക്കുന്നു. ആർക്കും തന്നെ കാര്യമായിട്ടുള്ള ഒരു തടസ്സങ്ങളും ബാക്കിയുള്ളതും ഒരു കുറ്റവും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കേസിനെ എത്തിക്കുന്നതിൽ പോലീസ് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കൂ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ ജലന്ധറിൽ പോയി ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വലിയ പ്രതിഷേധം, ഇപ്പോൾ ഉണ്ടായ പ്രതിഷേധം പോലെയല്ല. ബിഷപ്പിനെതിരെ അനാവശ്യമായ കേസ് കെട്ടിച്ചമച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും മതപരത്തിന്റെ ഭാഗത്തുള്ള പ്രക്ഷോഭങ്ങളും ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ കേരള പോലീസ് വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന നിയമത്തിന്റെ ഭാഗത്തുള്ള ആളുകളും ചെയ്യുന്നത്. ഇതിൽ ഒരു സമ്മർദ്ദവും സമരം ചെയ്തതുകൊണ്ടോ മറ്റുള്ള നടപടികളുണ്ടായതുകൊണ്ടോ വ്യക്തമാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. മാക്സോ ജീനിയസ് മെഷീൻ പ്ലസ് പവർഫുൾ ലിക്വിഡ്. ഇതിലറിയാം ഹൈ മോഡിൽ കൊതുകുകളെ തുരത്തുവാനും പിന്നീട് ഓട്ടോമാറ്റിക്കലി ലോ മോഡിൽ ചെന്ന് രാത്രി മുഴുവൻ സംരക്ഷണം നൽകുവാനും. മാക്സോ ജീനിയസ് കോമ്പിനേഷൻ. ഏതും മായ്ക്കാം. സ്റ്റെയിൻ ഗാർഡുള്ള പുതിയ ആപ്കോലൈറ്റ് അഡ്വാൻസ്ഡ്. സുന്ദരം, സുരക്ഷിതം, സ്വതന്ത്രം. ഹെങ്കോ സ്റ്റെയിൻ ചാമ്പ്യൻ. പാടും കറകളും അകറ്റുന്നു സ്നേഹത്തോടെ. ഇപ്പോൾ 10 രൂപയുടെ പാക്കിലും. Prime Time brought to you by Seat Tire. Seat Mileage X3, the 1 lakh kilometer tire.
ഫ്രാങ്കോ അറസ്റ്റിൽ. ഫ്രാങ്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് 6 മണിയോടുകൂടി, അതായത് ഏതാണ്ട് 3/4 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായിരുന്നാലും ഇനി ബിഷപ്പിനെ, ഫ്രാങ്കോ മുളയ്ക്കലിനെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. തൃപ്പൂണിത്തുറയിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുക. ഒപ്പം അതിനുശേഷം പാലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ബിഷപ്പിനെ ഹാജരാക്കും എന്നതാണ്. ബിഷപ്പ് ഇനി അഴിക്കുള്ളിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. ഫ്രാങ്കോ മുളയ്ക്കൽ ഇനി അഴിക്കുള്ളിലേക്ക് തന്നെ പോകും എന്നതാണ് അറിയാനാകുന്ന വിവരം. ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തരം പ്രതിരോധങ്ങളായിരുന്നു ആദ്യഘട്ടം മുതൽ ഫ്രാങ്കോ മുളയ്ക്കൽ സ്വീകരിക്കാൻ മുതിർന്നത്, എങ്ങനെയൊക്കെയാണ് പോലീസ് അതിനെ നിഷ്പ്രഭമാക്കി തളച്ചത്, ഏതൊക്കെ കാര്യങ്ങളാണ് പോലീസിന് ഏറ്റവും കൂടുതൽ സഹായകമായി വന്നത്, ഇനി പോലീസിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നീക്കങ്ങളാണ് പ്രതിഭാഗം എന്ന നിലയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ മുമ്പോട്ട് വെക്കുന്നത്, ഇത്യാദി കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ എപ്പോഴാകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക അടക്കമുള്ള വിവരങ്ങൾ സിബി ജോസഫ് നൽകും. സിബി, സിബി കേൾക്കാമോ? സിബി ജോസഫിലേക്ക് എത്താൻ ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഏറ്റവും പുതിയ വിവരങ്ങളാണ് എത്തുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ 6 മണിയോടുകൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബിഷപ്പിനെ ഇനി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം 6 മണിയാണ്. അറസ്റ്റിൻ്റെ സമയം 6 മണിയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ടാണ് സിബി ജോസഫ് ചേരുക. സിബി, എപ്പോഴാകും SP മാധ്യമങ്ങളെ കാണുക, ഈ വിവരങ്ങൾ അറിയിക്കുക, ഒപ്പം എപ്പോഴാകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക, വൈദ്യപരിശോധനയ്ക്ക് ബിഷപ്പിനെ കൊണ്ടുപോയോ, ഇത്യാദി വിവരങ്ങളിലേക്ക് കൂടി പോയാൽ സിബി? എസ് പി ആണ് പുറത്തേക്ക് വരുന്നത്. SP-യിൽ നിന്നും വിവരങ്ങൾ ആരായാനാണ് മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്. ബിഷപ്പിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണും, വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്, നേരത്തെ പറയപ്പെട്ടിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു കാര്യം നടന്നില്ല. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ആരായുന്നതും അത് തന്നെയായിരിക്കും. എന്നാൽ SP അതേ സംബന്ധിച്ച് SP അല്ല, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഉള്ള ദൃശ്യങ്ങളാണ്. പുറത്തേക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് വിശദീകരണങ്ങൾ നൽകാൻ അവർ തയ്യാറായിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരും. സിബി, നേരത്തെ കോട്ടയം SP മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. അന്വേഷണ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഈ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കും മാധ്യമങ്ങളോടെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കാര്യം ഉണ്ടായില്ല. ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയോ, എപ്പോഴാകും അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക, എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ, ഏറ്റവും പുതിയത്? സിബി കേൾക്കാമോ? സിബി ജോസഫ് കേൾക്കുന്നില്ല എന്നതാണ് അറിയാനാകുന്നത്. എന്തായിരുന്നാലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അറസ്റ്റ് 6 മണിയോടുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. 6 മണിക്കാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്തത്. ഇനി ഫ്രാങ്കോ മുളയ്ക്കലിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും, അതിനുശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും, അതിനുശേഷം അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് നടപടിക്രമങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ പറയാനാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്. എന്തായിരുന്നാലും ബിഷപ്പിനെ നീണ്ട 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ മുറിയിൽ നിന്നും മാറിയിരിക്കാൻ ആവശ്യപ്പെടുകയും വിശുദ്ധ വസ്ത്രങ്ങളും ചിഹ്നങ്ങളും മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മണി
മണിയാണ് സമയം. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് 6 മണിയോടുകൂടിയാണ് 49 മിനിറ്റുകൾക്ക് മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇനി അദ്ദേഹത്തെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കോട്ടയം SP ഹരിശങ്കറാണ് പുറത്തേക്ക് പോയത്. അദ്ദേഹം പ്രധാനമായും പറയുന്നു ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് അദ്ദേഹം ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് IG-യുമായി മീറ്റിങ്ങിനായി പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ഔദ്യോഗികമായി കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ പോയപ്പോൾ സാധാരണ ഇത്തരത്തിൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തു പോകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരിച്ചു വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണാമെന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്തു എന്ന കാര്യത്തിന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ല. അതായത് അറസ്റ്റ് ഇതുവരെയും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയെന്ന് ഇവർ ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ കോട്ടയം SP ഇപ്പോൾ IG വിജയ് സാഖറെയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ഈ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയിരിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസിലെ അറസ്റ്റ് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ചെറിയ ഒരു സംശയം ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. എന്നാൽ ഇവർ ഇപ്പോഴും ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് വിവരം നൽകുന്നില്ല. എന്നാൽ മറ്റുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നു. അതായത് ഈ ബിഷപ്പിനെ ഹാജരാക്കേണ്ട പാലാ മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെയും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബിഷപ്പിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഇവിടെല്ലാം തന്നെയും പോലീസ് സജ്ജമാണ്. എങ്കിൽ പോലും ഇപ്പോൾ കോട്ടയം SP പുറത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു വരുമ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ കൃത്യമായ വിവരം നമുക്ക് നൽകുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജിംഷാദ്, തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വിവരം എത്തുമ്പോൾ തന്നെ അത് ഔദ്യോഗികമായി മാധ്യമങ്ങളുടെ മുന്നിൽ സ്ഥിരീകരിക്കുന്ന ഒരു വിഷയം, ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് തന്നെ മാധ്യമങ്ങളെ കാണും എന്നതായിരുന്നു നേരത്തെ കോട്ടയം SP പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഉണ്ടായില്ല. ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരോട് പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞാണ് കോട്ടയം SP പോയത് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി സിബി ജോസഫ് നൽകുന്നത്. സിബി, ഇനി ആശുപത്രിയിലേക്ക് ഹാജരാക്കും, അല്ലെങ്കിൽ മീൻസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. അതിനുശേഷം ഏത് മജിസ്ട്രേറ്റിന് മുന്നിലാകും ബിഷപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുക? എന്തൊക്കെയായിരിക്കും ഇനിയുള്ള നടപടിക്രമങ്ങൾ? അജിംഷാദ്, ഈ കേസിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നടപടി. കാരണം ഈ മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. പിന്നീട് കോടതിയിൽ ആവശ്യമായും വന്നേക്കാം. ഇതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഈ ബിഷപ്പിനെ ഹാജരാക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ, അതായത് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള FIR പറഞ്ഞതിന്റെ കാര്യങ്ങൾ, തുടർ അന്വേഷണങ്ങൾ, സാക്ഷി മൊഴികൾ, മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴികൾ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം കേസ് ചുമത്തിട്ടിരിക്കുന്നു, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു അനിവാര്യതയിലേക്ക് എത്തിച്ചേർന്നത്, എങ്ങനെയുള്ള തുടങ്ങി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി തയ്യാറാക്കുന്ന ഒരു വിശദമായ റിമാൻഡ് റിപ്പോർട്ട്, അല്ലെ എല്ലാ എഴുതുകളും അടച്ചുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് തന്നെ തയ്യാറാക്കണം. ഇതിലെ എല്ലാ ന്യൂനതയും കൃത്യമായി പരിഹരിക്കുന്ന രീതിയിൽ വേണം. കാരണം പ്രതിഭാഗം അഭിഭാഷകന് ഒരു ന്യൂനത, അല്ലെങ്കിൽ അവർക്ക് ഒരു പഴുത് നൽകാത്ത രീതിയിൽ കുറ്റമറ്റ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് കൃത്യമായി നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തയ്യാറാക്കുക. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോട്ടയം SP ഈ IG വിജയ് സാഖറയെ കാണുന്നതിന് വേണ്ടി പോയതെന്നുള്ളത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ ഒരു അറസ്റ്റിലേക്ക് പോയി എന്നുള്ളത് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുമെന്നിൽ പോലും അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും. ഇതിൽ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്യും. എന്തായാലും മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം ഇന്ന് ഇപ്പോൾ രാത്രി വൈകിയും ഇത്രയും സമയമായതിനാൽ തന്നെയും ഒരുപക്ഷെ പാലാ മജിസ്ട്രേറ്റിന് മുന്നിൽ രാത്രി ബിഷപ്പിനെ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം 24 മണിക്കൂറോളം ഈ ബിഷപ്പിനെ ഒരു കസ്റ്റഡിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറോളം ഇവരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള വിവേചന അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുവരെ കാത്തിരിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണ്ടത്. അതല്ലെങ്കിൽ തന്നെ ഇന്ന് രാത്രി തന്നെയും വൈകിയും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയും ചെയ്യാം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അറസ്റ്റ് എന്നുള്ളത് ഇപ്പോഴും ഔദ്യോഗികമായി അന്വേഷണ സംഘം നമ്മളെ അറിയിച്ചിട്ടില്ല. അതിന് അല്പസമയത്തിനകം തന്നെ അറിയിക്കും. ഇപ്പോൾ കോട്ടയം SP IG-യുടെ വസതിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമാണ് IG-യുടെ വസതി. ഏകദേശം 10-12 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടെ വെച്ച് വിശദമായൊരു വിലയിരുത്തലുണ്ടാവും. അതിനുശേഷമാകും റിമാൻഡ് റിപ്പോർട്ടും മറ്റുമെല്ലാം പരിശോധിച്ച ശേഷമാകും വ്യക്തമായി മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറയുക. എന്തായാലും അറസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം മാത്രം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വൈകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കരുതേണ്ടത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തലനാരിഴ കീറിയുള്ള റിമാൻഡ് റിപ്പോർട്ട്
റിപ്പോർട്ടും എല്ലാം തന്നെ തയ്യാറാക്കി ഇവ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പോലീസിനെ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അപേക്ഷയും തയ്യാറാക്കി നൽകേണ്ടിയിരിക്കുന്നു. ഇവയെല്ലാം തന്നെ തയ്യാറാക്കിയായിരിക്കും ഇത്തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് പോകുക. ജിംഷാദ്, തീർച്ചയായും അതായത് ഈ കുറ്റസമ്മതത്തിന് ഇതുവരെയും ഇത്രയും ശാസ്ത്രീയമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ശ്രമങ്ങൾ ഉണ്ടായിട്ടും കുറ്റസമ്മതം എന്നതിലേക്ക് ബിഷപ്പ് പോയിരുന്നില്ല, മീൻസ് ഫ്രാങ്കോ മുളയ്ക്കൽ പോയിരുന്നില്ല. പക്ഷേ കുറുവിലങ്ങാട് സന്ദർശന വേളയിൽ ഉണ്ടായ ചില വീഴ്ചകൾ, സന്ദർശന വേള സംബന്ധിച്ച് വെളിപ്പെടുത്തിയ ചില വീഴ്ചകൾ അടക്കം ബിഷപ്പ് നടത്തിയ പല വൈരുദ്ധ്യപരമായ നിലപാടുകളെയും ക്രോഡീകരിക്കുകയാണ് പോലീസ് അറസ്റ്റിന് നിദാനമായ സംഭവങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാകും ഇനി പോലീസിൻ്റെ ചുവടുവയ്പ്പുകൾ? ഏതൊക്കെ തരത്തിലാകും പോലീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളികൾ? സിബി, ജിംഷാദ്, ഈ കേസിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി 2014 നടന്നൊരു കേസായിരുന്നു. 4 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു പരാതിയുമായി ഈ കന്യാസ്ത്രീ രംഗത്തെത്തിയത്. ഈ ഒരു കാര്യത്തിൽ ലൈംഗിക പീഡനം അതായത് തന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു കന്യാസ്ത്രീ പരാതി. 13 തവണ 2014 മെയ് 5-നും 16-നും ഇടയ്ക്ക് 13 തവണ ഈ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിലൊരു പരാതിയുമായി കന്യാസ്ത്രീ രംഗത്തെത്തുന്നത് 2018, അതായത് 4 വർഷത്തിന് ശേഷമാണ്. അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി തീർന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മെഡിക്കൽ പരിശോധന മറ്റുമൊന്നും നടത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഇത് തന്നെയാണ് ഇത്തരം കേസുകളിൽ ഏറ്റവും നിർണായകവും. അതുകൊണ്ട് തന്നെ സാക്ഷി മൊഴികളും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയുടെ രഹസ്യമൊഴിയും സാഹചര്യ തെളിവുകളുമാണ് പിന്നീട് അന്വേഷണ സംഘം ശേഖരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 82 ദിവസത്തോളം അന്വേഷണ സംഘം കൃത്യമായി 7 സംസ്ഥാനങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി 81 സാക്ഷികളെ വിസ്തരിച്ചു. ഏകദേശം 34 രേഖകൾ കണ്ടെടുത്തു. കൂടാതെ ഈ കന്യാസ്ത്രീയെ തന്നെ പലതവണ, അതായത് 11 തവണ കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴികളൊന്നും തന്നെ വൈരുദ്ധ്യം കണ്ടെത്താതെ പൊരുത്തമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി. എന്നാൽ ബിഷപ്പിന്റെ മൊഴി ജലന്ധറിൽ പോയി 9 മണിക്കൂർ എടുത്ത ശേഷം തിരികെ എത്തിയ സംഘത്തിന് കേരളത്തിലെത്തിയപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഈ ബിഷപ്പ് പറഞ്ഞ പല കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ബിഷപ്പ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമാന്തരമായ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ കൃത്യമായി തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ഏകദേശം 80% അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ടാമതും കേരളത്തിലേക്ക് ജലന്ധർ ബിഷപ്പിനെ വിളിച്ചു വരുത്തിയത്. ഈ ബിഷപ്പിനെ ഇവിടെ വിളിച്ചു വരുത്തിയ ശേഷം പ്രത്യേക ഹൈടെക് സംവിധാനമുള്ള മുറിയിലിരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ, ശരീരഭാഷ തുടങ്ങിയെല്ലാം കൃത്യമായി ക്യാമറകൾ പകർത്തി കൃത്യമായുള്ള അന്വേഷണമായിരുന്നു നടത്തിയത്. ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പലപ്പോഴും പതറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യ ദിവസം അദ്ദേഹം തനിക്കെതിരെ ഗൂഢാലോചനയാണ് കന്യാസ്ത്രീ നടത്തിയതെന്ന് പറഞ്ഞ് അദ്ദേഹം പിടിച്ചു നിന്നു. എന്നാൽ 2ാം ദിവസം അദ്ദേഹം പറയുന്ന ഓരോ വാദങ്ങളും പൊളിച്ചുകൊണ്ട് കൃത്യമായ രേഖകൾ കാണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പതറിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ നുണയാണെന്ന് കൃത്യമായും ശരീരഭാഷകളുടെയും മുഖഭാവത്തിലൂടെയും മനസ്സിലാക്കുകയും ചെയ്തു. 3ാം ദിവസമായ ഇന്നും അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി പല കാര്യങ്ങളും ചോദിച്ചു. വിവരങ്ങൾ നൽകി വന്നത്. എന്തായിരുന്നാലും എല്ലാവിധ മാസങ്ങൾ നീണ്ട ഉദ്യോഗങ്ങൾക്കൊടുവിൽ ബിഷപ്പ് അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് പറയുന്നത്. പക്ഷേ സ്ഥിരീകരണം ഔദ്യോഗികമായി പോലീസിൽ നിന്ന് ആരാഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അല്പസമയങ്ങൾക്ക് ഉള്ളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം അറിയിക്കുമെന്നതാണ് നമുക്കറിയാനാകുന്ന വിവരം.